ഹലോ ഗായ്സ്, ഇന്നലത്തെ പാർട്ടിൻ്റെ ബാലൻസ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ചെയ്ത് വച്ചിരിക്കുന്ന സിംഗിൾ ക്രോഷ്യയിലേക്ക് 3 ചെയിൻ കൂടി ആഡ് ചെയ്യണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിലോട്ടാണ് നമ്മൾ ചെയ്യാറ്. ഇനി നമ്മൾ ആ ചെയിൻ ചെയ്ത അതേ സ്റ്റിച്ചിലോട്ട് തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഡബിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വട്ടം യാൺ ഓവർ ചെയ്തിട്ട് ആ ഹോളിലേക്ക് കയറ്റിയിട്ട് ഒന്നുകൂടി യാൺ ഓവർ ചെയ്യുമ്പം നമ്മുടെ ഹൂക്കിൽ 4 സ്റ്റിച്ചസ് കാണും. അതിൽ നിന്ന് 2 സ്റ്റിച്ചസിലോട്ട് ഫസ്റ്റ് ഹുക്ക് കയറ്റി പുറത്തോട്ടെടുക്കാം. പിന്നെ ഒന്നുകൂടി യാൺ ഓവർ ചെയ്ത് 2 സ്റ്റിച്ചിൽ കൂടെ പുറത്തോട്ടെടുക്കാം. വീഡിയോ സൂക്ഷിച്ച് നോക്കിയാൽ പാറ്റേൺ ഫോളോ ചെയ്യുമ്പോൾ നമുക്കൊരു വിയും ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു വിയും കിട്ടും. അപ്പോൾ അടുത്ത സ്റ്റിച്ചിലോട്ട് പോകുമ്പോൾ നമ്മൾ അവിടെ ഉള്ള ഒരു സ്റ്റിച്ചിനെ കളയും. ഈ സ്റ്റെപ്പ് ചെയ്തതിന് ശേഷം സ്കിപ്പ് ചെയ്യും. ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സ്റ്റിച്ചിൽ ഒരു DC ചെയ്തിട്ട് ഒരു ചെയിൻ ചെയ്യും. അതിനുശേഷം ആ സെയിം സ്റ്റിച്ച് തന്നെ ഒരു DC കൂടെ ചെയ്യും. എന്നിട്ട് പിന്നെ ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സ്റ്റിച്ചിൽ 2 DC, അതായത് ഒരു DC ചെയ്ത്, DC എന്ന് വെച്ചാൽ ഡബിൾ ക്രോഷ്യ ആണ് കേട്ടോ. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് ഒരു ചെയിൻ ഇട്ടതിന് ശേഷം, ചെയിൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു വട്ടം കറക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് ഇട്ടില്ലേ ചെയിൻ, അതുപോലെ ഒരു ചെയിൻ ഇട്ടിട്ട് വീണ്ടും ഒരു DC ഡബിൾ ക്രോഷ്യ ചെയ്യും. ഈ ഒരു സ്റ്റെപ്പ് തന്നെ അവസാനം വരെ നമ്മൾ ചെയ്യണം. അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടും. ഇനി ആ ഒരു പൂവിൻ്റെ മുകളിലെ ഭാഗം കിട്ടാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് V ആയിട്ടുള്ളൊരു പാർട്ടും ഉണ്ട്, ഇൻവേർട്ടഡ് V ആയിട്ടുള്ള പാർട്ടും ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഈ V പാർട്ടിലാണ് നമ്മളിനി വർക്ക് ചെയ്യാനുള്ളത്. ഈ V പാർട്ടിലേക്ക് നമുക്ക് 6 സ്റ്റിച്ച് ടോട്ടലി ചെയ്യാനുണ്ട്. 6 സ്റ്റിച്ചിനെ ഡിവൈഡ് ചെയ്യുമ്പം ഒരു സിംഗിൾ ക്രോഷ്യ, ആദ്യം ചെയ്യുന്ന സിംഗിൾ ക്രോഷ്യ, അതായത് യാൺ ഓവർ ചെയ്യാതെ അകത്തോട്ട് കയറ്റിയിട്ട് യാൺ ഓവർ ചെയ്ത് പുറത്തോട്ട് എടുത്തിട്ട് 2 സ്റ്റിച്ച് ഹുക്കിലുണ്ട്. ഒരു വട്ടം കൂടി യാൺ ഓവർ ചെയ്ത് 2 സ്റ്റിച്ച് കൂടെ പുറത്തോട്ട് എടുക്കാം. ഫസ്റ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അതിനുശേഷം 4 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ആ സെയിം ഹോളിൽ തന്നെ 4 ഡബിൾ ക്രോഷ്യ. പിന്നീട് ഒരു സിംഗിൾ ക്രോഷ്യയും കൂടി ചെയ്യണം. ഇനി സ്ലിപ്പ് നോട്ടാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തത്. ഈ സാധനം സ്ലിപ്പ് സ്റ്റിച്ച്, സ്ലിപ്പ് നോട്ടും സ്ലിപ്പ് സ്റ്റിച്ചും ഉണ്ട്. അപ്പം സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു ഹോളിലേക്ക് യാണ് കയറ്റാതെ നമ്മൾ ഹുക്ക് കയറ്റിയിട്ട് യാൺ ഓവർ ചെയ്ത് പുറത്തോട്ട് എടുത്തിട്ട് നമ്മുടെ ഹുക്കിലിരിക്കുന്ന യാണിലേക്ക് കടത്തി പിന്നെ ഒന്നുകൂടെ പുറത്തോട്ട് വലിക്കണം. ഞാനിപ്പോൾ പറയുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നവർക്ക് വീഡിയോ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ വീഡിയോ പോസ് ചെയ്ത് കണ്ടാൽ മതി. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പം വീഡിയോയിൽ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നത് ഡബിൾ ക്രോഷ്യ ചെയ്യാനുള്ള സ്റ്റെപ്പാണ്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കി കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. 4 സ്റ്റിച്ചാണ് ടോട്ടൽ. ഒരു സിംഗിൾ ക്രോഷ്യ, 4 ഡബിൾ ക്രോഷ്യ, ഒരു സിംഗിൾ ക്രോഷ്യ. അപ്പോൾ ഈ ഒരു സ്ലിപ്പ് നോട്ട് എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടെ ആ ഒരു ഫ്ലെയറി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതെ, നിങ്ങൾ ചെയ്യുമ്പോൾ എല്ലാ സ്റ്റിച്ചും ഇറുക്കി ചെയ്യണം. ലൂസാക്കി ചെയ്ത് കഴിഞ്ഞാൽ പൂവ് ചെയ്യുമ്പം അതൊരു ഭംഗി കാണില്ല. പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ലൂസാക്കണം, ടൈറ്റ് ആക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. ബാഗൊക്കെ ചെയ്യുന്ന സമയത്ത് ലൂസാക്കിയാണ് സ്റ്റിച്ച് ഇടാനുള്ളത്. ഈ ഒരു പൂവൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ലൂസാക്കാൻ പാടില്ല, ടൈറ്റാക്കി ചെയ്യണം. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു ഗൈസ്. ഈ ഒരു പാർട്ട് കഴിയുമ്പോഴാണ് എൻ്റെ ഫേവറേറ്റ് പാർട്ട്. അടുത്ത നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു യാൺ കട്ട് ചെയ്തിട്ട് പുറത്തോട്ട് വലിക്കാം. അപ്പോൾ അത് സെക്യൂർ ആയിട്ടിരിക്കും. ഇത് നമ്മൾ ഫസ്റ്റ് സ്ലിപ്പ് നോട്ടിട്ട് തുടങ്ങിയ പാർട്ടും ഈ ഒരു പാർട്ടിൽ ഒരു യാൺ എൻഡ് യാണും ഇതുപോലത്തെ യാണും കൂടി ചേർത്ത് കെട്ടിയിട്ട് നമുക്ക് അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇവിടെ പൂ റെഡിയായി. ഇനി ജസ്റ്റ് റോളിങ് പരിപാടി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ഒരു റോസ് പൂവില്ലേ, അത് ഞാൻ ഇതുപോലെ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. റോൾ ചെയ്യുമ്പം അത് കുഞ്ഞു പൂവാണ്. ഇനി ഇപ്പോൾ ചെയ്തത് കുറച്ചുകൂടി വലിയ പൂവാണ്. രണ്ടും റോൾ ചെയ്യുക, നല്ലതായിട്ട് സ്റ്റിക്ക് ചെയ്ത് സെക്യൂർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് അതായത് ബണ്ണോ സ്ലൈഡോ അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ ഇതിനെ സ്റ്റിക്ക് ചെയ്യാം. അല്ലാതെ കീച്ചനായിട്ട് യൂസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യണം കേട്ടോ. അപ്പം അടുത്തെന്തിടണോ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ.